കോട്ടയം നഗരസഭയിലെ 2.4 കോടിയുടെ പെൻഷൻ തട്ടിപ്പ് കേസിൽ 1 വർഷം കഴിഞ്ഞിട്ടും പ്രതി കാണാമറയത്ത്. പ്രതി മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസിനായി ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. കേസിൽ പുരോഗതിയില്ലെന്ന വിലയിരുത്തലിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലച്ചു. നഗരസഭയിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും പെൻഷൻ തട്ടിപ്പ് വഴിവെച്ചു. 2024 ആഗസ്റ്റ് 8-നാണ് കോട്ടയം നഗരസഭയിലെ മുൻ ക്ലർക്ക് കൊല്ലം സ്വദേശി അഖിൽ സി വർഗീസിനെതിരെ കേസെടുത്തത്. പെൻഷൻ പണം അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. 2020 മുതൽ 2023 വരെ കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന പ്രതി 2.4 കോടി തട്ടിയതായി കണ്ടെത്തി. ആദ്യം കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമ്പത്തിക തട്ടിപ്പിൽ വിജിലൻസും കേസെടുത്തു. പ്രതിയുടെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. അഖിൽ സി വർഗീസിനായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ കേസെടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടും ഇയാളെ പിടികൂടുവാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തത് സർക്കാരിന് നാണക്കേടായി. ഒരു സൂചനയും ഇല്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ച മട്ടാണ്. ഇടത് യൂണിയൻ അംഗമായ പ്രതിയെ പിടികൂടാതെ സർക്കാർ ഒത്തുകളിക്കുന്നതായാണ് നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ നഗരസഭാ ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് LDFും ആരോപിക്കുന്നു. ഇക്കാര്യമുയർത്തി LDF ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും BJP വിട്ടുനിന്നതോടെ ക്വാറം തികയാതെ അവിശ്വാസം പരാജയപ്പെട്ടു. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.